ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി കാണും, ഓൾമോസ്റ്റ് 2 വർഷമായി കാണും ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചാനലിൽ നിന്നൊക്കെ അവധിയെടുത്ത പോലെ തന്നെ എൻ്റെ ഗാർഡനിങ് പരിപാടികളിലും ഞാൻ അവധിയെടുത്തിരിക്കുകയായിരുന്നു. അത് കാരണം എല്ലാ ചെടികളും, ഒരുപാട് വെറൈറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ചെടികളുടെ കോളിയസും അതുപോലെയുള്ള 10 മണിപ്പൂക്കളും അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കാട് പിടിച്ച് കിടന്നിരുന്നൊരു പോട്ടായിരുന്നു. ഇത് കാടിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തൊന്ന് വൃത്തിയാക്കി. ഇതിൽ ഇനിയിപ്പോൾ ഉള്ള 10 മണിച്ചെടികൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പോൾ ഉള്ളത് നമുക്ക് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞു പോയത്, അത് അതിൻ്റെ വളർച്ച മുരടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫ്ലോറൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ചട്ടികളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ള ചട്ടിയിൽ എല്ലാം ഒന്ന് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ടത് നന്നായി വളർന്നിട്ട് പുതിയ പോട്ടിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റോസ് കളർ 10 മണി ചെടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വൈറ്റ്, അതിൻ്റെ തണ്ട് കണ്ടിട്ട് വൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മഞ്ഞയും ഓറഞ്ചും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നാശമായി പോയി തോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കാടിൻ്റെ ഇടയിലെങ്ങാനും പൂവൊക്കെ ഇട്ടാലേ മനസ്സിലാവുള്ളൂ ഏത് കളറാണെന്ന്. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ 10 മണിപ്പൂക്കളായിരുന്നു കേട്ടോ, ആ ചെടികളായിരുന്നു. പക്ഷേ അതിലൊക്കെ വേറെ എന്തൊക്കെയോ കളകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടർട്ടിൽ വൈൻ്റെ ചെറിയ തണ്ടൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് ഈ ചട്ടി ഒന്ന് വൃത്തിയാക്കണം. ഈ ചെടി എൻ്റെ ചേച്ചിയും ചേട്ടനും മൂന്നാർ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ. ഇത് പൂവിടുന്ന ചെടിയാണ്, അതായത് ഒരു മരം പോലെ വളരുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് 10 മണി ചെടികൾ അതിന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ ഈ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പോട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണത്. അപ്പോൾ അതിലേക്ക് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ തന്നെ, അതാണ് 10 മണിച്ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ പെട്ടെന്ന് വേര് പിടിക്കും. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായിട്ട് നമ്മൾ പോട്ട് മിക്സിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ചാണകം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊന്ന് ഉണങ്ങിയതായിരുന്നു. അതൊന്ന് പൊടിച്ചിട്ട്, അതായത് ഈ പോട്ട് മിക്സിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.